السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരും അവിടെ നിന്ന് തിരിച്ചു പോരാൻ കൊതിക്കുകയില്ല. എന്നാൽ ഒരു ടീം സ്വർഗത്തിലെത്തിയതിന് ശേഷം വീണ്ടും ദുനിയാവിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുമെന്നാൽ അവരാരാന്നറിയോ? ഷഹീദുകളാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് ഷഹീദുകളായ ആളുകൾ സ്വർഗത്തിലെത്തിയതിന് ശേഷം വീണ്ടും ദുനിയാവിലേക്ക് മടങ്ങി വരാൻ കൊതിക്കുമെന്നാണ്. അത് വെറുതെ ഒരു മടക്കമല്ല. ഫയുഖ്തല അശ്റ മറാത്തിൻ, അങ്ങനെ ദുനിയാവിലേക്ക് തിരിച്ചു വന്നിട്ട് ഒരു 10 തവണ കൂടി ഷഹീദുകളാകാൻ അവരാഗ്രഹിക്കുമെന്നാണ്. അങ്ങനെ ആഗ്രഹിക്കാനുള്ള കാരണം ലിമാ യറാ മിനൽ കറാമ, അള്ളാഹു സ്വർഗത്തിൽ ഷഹീദായൊരു മനുഷ്യന് നൽകുന്ന സ്ഥാനവും അയാൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും അനുഭൂതികളുമൊക്കെ കാണുമ്പോഴാണ്. അപ്പോൾ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റവും അധികം അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന ഒരു ടീമാണ് ശുഹദാക്കൾ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മുടെ നാട്ടിൽ വാളും പരിചയക്കെടുത്ത് യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യമല്ല. യുദ്ധം ചെയ്യാതെ, രക്തം പൊടിയാതെ, കൊല്ലപ്പെടാതെ നമുക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടും. അതിനുള്ള മാർഗം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സഅല അല്ലാഹ ശഹാദത സാദിഖൻ, ആരെങ്കിലും അള്ളാഹുവിനോട് സത്യസന്ധമായിക്കൊണ്ട് ഷഹാദത്ത് ചോദിച്ചാൽ, രക്തസാക്ഷിത്വം ചോദിച്ചാൽ, ബല്ലഗഹുല്ലാഹു മനാസില ശുഹദാ, അള്ളാഹു അവനെ ഷഹീദുകളുടെ സ്ഥാനത്ത് എത്തിക്കുമെന്നാണ്. വഇൻ മാത അലാ ഫിറാശിഹി, അവൻ അവൻ്റെ വിരിപ്പിൽ കടന്നിട്ടാണ് മരിച്ചത് എങ്കിലും അവർക്ക് ഷഹീദിൻ്റെ കൂലി, ഷഹീദിൻ്റെ സ്ഥാനം അള്ളാഹു നൽകുമെന്നാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലുള്ള സാദിഖൻ എന്ന പദമാണ്. സത്യസന്ധമായിക്കൊണ്ട്. വെറുതെ ഒന്നല്ല അയാൾ അള്ളാഹുവിനോട് രക്തസാക്ഷിത്വം ചോദിച്ചത്. വെറുതെ ഒരു ചോദ്യമല്ല ഷഹാദത്തിന് വേണ്ടി അയാൾ നടത്തിയിട്ടുള്ളത്. സത്യസന്ധമായിട്ട് മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നാണ് ആ ചോദ്യം വന്നിട്ടുള്ളത്. അത് ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് അയാൾ അള്ളാഹുവിനോട് തേടിയിട്ടുള്ളത്. അത് ശരിക്കും അയാളുടെ സത്യസന്ധതക്ക്, ആ ഒരു ആത്മാർത്ഥമായ നിയ്യത്തിന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്. കാരണം ഈ മനുഷ്യൻ കൊല്ലപ്പെട്ടിട്ടില്ലല്ലോ. അയാളുടെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം പോലും പൊടിഞ്ഞിട്ടില്ല. വാളുകൊണ്ട് വെട്ട് കിട്ടിയിട്ടില്ല, കുന്തം കൊണ്ട് കുത്ത് കിട്ടിയിട്ടില്ല, ശരീരത്തിൽ അമ്പ് തറച്ചിട്ടില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ ആ മനുഷ്യന് ഷഹീദിൻ്റെ കൂലി എങ്ങനെ കിട്ടിയത്? ആ മനുഷ്യൻ്റെ ആത്മാർത്ഥമായ നിയ്യത്താണത്. ആ മനുഷ്യൻ്റെ
ഹൃദയത്തിൽ തട്ടിയുള്ള തേട്ടമാണത്. അപ്പം ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, നമ്മുടെ കർമ്മങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ട് എങ്കിൽ അതിന് നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് ഒന്നുമല്ല ഉണ്ടാവുക. ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ഇത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ആ വമ്പിച്ച കൂലിയും പ്രതിഫലവുമാണ് നമ്മൾ ഓരോരുത്തരും കൊതിക്കേണ്ടത്. നമ്മൾ ചിലപ്പോൾ ഒരു 10 രൂപയെ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ആ 10 രൂപക്ക് നമ്മുടെ നിയ്യത്തനുസരിച്ച് ചിലപ്പോൾ അള്ളാഹു തരുന്ന റിസൾട്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്തായിരിക്കും. നമ്മൾ 2 പേജായിരിക്കും ഖുർആൻ ഓതിയിട്ടുണ്ടാവുക. ആ 2 പേജ് ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ നിയ്യത്ത് എന്താണ്, അതനുസരിച്ചിട്ടാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ആ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ തേട്ടം എന്താണ്, ആ ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും മനസ്സിൻ്റെ തേട്ടം പലതാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ഇഖ്ലാസ് അനുസരിച്ചിട്ടാണ് ഈ ഇരുത്തത്തിനും അള്ളാഹു കൂലി തരിക. അപ്പോൾ ആ ഒരു നിയ്യത്ത് നന്നാക്കിക്കൊണ്ട് ഇരിക്കണമെന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ഈ ഒരു കൂടിയിരുത്തത്തിന് ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഫിഖ് പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള ദിവസമാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ വലിയ സഹായം കൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലയുടെ അദ്ദുറൂസുൽ മുഹിമ്മ ലിആമത്തിൽ ഉമ്മ എന്ന ഗ്രന്ഥമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും അവസാനത്തെ അധ്യായം തജ്ഹീസുൽ മയ്യിത്ത്, മയ്യിത്തിനെ ഒരുക്കൽ, വസ്സലാത്തു അലൈഹി, ആ മയ്യിത്തിന് വേണ്ടി നിസ്കരിക്കൽ, വദഫ്നുഹു, ആ മയ്യിത്തിനെ മറവ് ചെയ്യൽ. അതാണ് നമ്മുടെ ഈ ഒരു ദർസിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചകൾ. അപ്പം അതിൽ മയ്യിത്ത് കുളിപ്പിക്കുന്നതും മയ്യിത്ത് കഫൻ ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മസ്അലകൾ നമ്മൾ സൂചിപ്പിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് നീങ്ങുകയാണ്. നമുക്ക് വായിച്ചു തുടങ്ങാം. അള്ളാഹു കാര്യങ്ങൾ ശരിക്ക് അവതരിപ്പിക്കുവാനും അത് ഗ്രഹിക്കുവാനും എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. ഷെയ്ഖ് പറയാണ്, സാബിഅൻ, 7ാമത്തൊരു ചർച്ചയാണ് സിഫത്തു സ്വലാത്തി അലൽ മയ്യിത്തി. സിഫത്തു സ്വലാത്തി അലൽ മയ്യിത്തി, മയ്യിത്തിന് വേണ്ടി നിസ്കരിക്കുന്നതിൻ്റെ സിഫത്ത്. എന്താ സിഫത്ത് എന്ന് പറഞ്ഞാൽ? സിഫത്ത് രൂപം അല്ലെ? രൂപം. അള്ളാഹുവിൻ്റെ സിഫത്ത് എന്ന് പറയാറുണ്ട്. അള്ളാഹുവിന് സിഫത്തുകളുണ്ട്. അവിടെ വിശേഷണങ്ങൾ എന്ന അർത്ഥമാണ് പറയാറുള്ളത്. ഇപ്പോൾ അള്ളാഹുവിന് കൈയുണ്ട്, യദുല്ലാ എന്നത് ഖുർആനിൽ വന്നതാണ്. അള്ളാഹുവിന് ഖദമുണ്ട്, കാൽപാദമുണ്ട് എന്ന് ഹദീസിൽ വന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വജ്ഹ്, അള്ളാഹുവിൻ്റെ മുഖം, ഇതൊക്കെ ഖുർആനിലും ഹദീസിലും ഒക്കെ വന്നതാണ്. അതിന് സിഫത്ത് എന്ന് പറയാറുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ സിഫത്ത് എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്മാരിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സാദൃശ്യപ്പെടുത്താൻ പാടില്ല, സൃഷ്ടികളിലേക്ക് സാദൃശ്യപ്പെടുത്താൻ പാടില്ല. ഇപ്പോൾ ഒരു പേര് ഒന്നായി എന്നതുകൊണ്ട് അതെന്താവില്ല, സംഗതി ഒന്നാവണം എന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കാല്, റിജിൽ, കാല്, അല്ലെങ്കിൽ കദം, കാൽപാദം, അത് അള്ളാഹുവിനുണ്ട്, സൃഷ്ടികൾക്കുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ കദം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് അനുയോജ്യമായ നിലക്കാണ്. അതിൻ്റെ രൂപം എങ്ങനെയാണ്, അതിൻ്റെ കോലം എങ്ങനെയാണ്, അതൊന്നും നമുക്കറിയില്ല. കാൽപാദമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ അതുപോലെ വിശ്വസിക്കുന്നു. അതിൻ്റെ കോലം എങ്ങനെയാണ്, അതിൻ്റെ രൂപം എങ്ങനെയാണ് എന്നൊന്നും അന്വേഷിക്കാൻ അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂലോ നമ്മളോട് പറഞ്ഞിട്ടില്ല. സ്വഹാബിമാരാരും ഇത് പറഞ്ഞപ്പോൾ നബിനോട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. അപ്പോൾ കാൽപാദം എന്ന് പറയുമ്പോൾ, ഇപ്പം നായക്ക് കാലുണ്ട്, പൂച്ചക്ക് കാലുണ്ട്, ആനക്ക് കാലുണ്ട്, ഉറുമ്പിന് കാലുണ്ട്, ഈച്ചക്ക് കാലുണ്ട്, സിംഹത്തിന് കാലുണ്ട്. ഇതൊക്കെ കാലാണ്. എന്നാൽ സിംഹത്തിൻ്റെ കാലല്ല ആനൻ്റെ കാല്, ആനൻ്റെ കാലല്ല ഉറുമ്പിൻ്റെ കാല്. എല്ലാ കാലും മാറ്റുണ്ട്. അപ്പൊ അള്ളാഹുവിൻ്റെ ഒരു സിഫത്തിനെ പറ്റി കേൾക്കുമ്പോൾ നമ്മൾ നേരെ മനുഷ്യരിലേക്ക് പോകാൻ പാടില്ല, സൃഷ്ടികളിലേക്ക് പോകാൻ പാടില്ല. അത് അള്ളാഹുവിന് അനുയോജ്യമായ നിലക്കാണ്. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആലയുടെ അരികിൽ വന്നിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്, കൈഫൽ ഇസ്തിവ, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന് ഖുർആനിലുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇസ്തിവ? അള്ളാഹു അർശിന്റെ മുകളിൽ ഇസ്തിവ ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ രൂപം എങ്ങനെയാണ്?
അപ്പൊ ഇമാം മാലിക് റഹിമഹുല്ലാഹു തആലയുടെ മുഖമൊക്കെ മാറി, മുഖം ചുമന്നു. ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂം, ഇസ്തിവാ എന്നുള്ളത് സ്ഥിരപ്പെട്ട സംഗതിയാണ്. വൽ ഈമാനു ബിഹി വാജിബ്, അതിൽ വിശ്വസിക്കുക എന്നത് നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അ, അതിനെപ്പറ്റി ചോദിക്കുക എന്നുള്ളത് ബിദ്അത്താണ്. വൽ കൈഫു മജ്ഹൂൽ, അതിന്റെ രൂപം എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. അപ്പൊ അത് അള്ളാഹുവിന്റെ സിഫത്തിന്റെ വിഷയത്തിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ്. അപ്പൊ ഇവിടെ ഷെയ്ഖ് പറയുന്നത് സിഫത്തു സ്വലാത്തി അലൽ മയ്യിത്തി, അപ്പൊ മയ്യിത്ത് നിസ്കാരത്തിന്റെ രൂപം, അതാണ് ഇന്നത്തെ ദർസിൽ നമുക്ക് പഠിക്കാനുള്ളത്. മയ്യിത്ത് നിസ്കാരത്തിന്റെ രൂപം. അപ്പൊ സ്വലാത്തുൽ ജനാസ, മയ്യിത്ത് നിസ്കാരം എന്നത് എന്താണ് അതിന്റെ വിധി? നിർബന്ധാണോ സുന്നത്താണോ? ഈ നിർബന്ധമാണെങ്കിൽ തന്നെ ഫർള് കിഫായയാണോ ഫർള് ഐനാണോ? എന്താണ്? ഫർള് കിഫായയാണ് അല്ലെ? ഒരു നാട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ മുസ്ലിം ആണെങ്കിൽ അയാൾക്ക് വേണ്ടി നിസ്കാരം നടന്നിരിക്കണം. ഒരാൾ മരിച്ചു, ആരും അയാൾക്ക് വേണ്ടി നിസ്കരിച്ചിട്ടില്ല എങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. എന്നാൽ ഏതെങ്കിലും ഒരു ആൾ നിസ്കരിച്ചിട്ടുണ്ട്, ഒരു വിഭാഗം ആളുകൾ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ ആ ബാധ്യതയിൽ നിന്ന് എല്ലാവരും ഒഴിവായി. അതാണ് ഫർദ് കിഫായ. അപ്പൊ മയ്യത്ത് നിസ്കാരം എന്നത് ഫർദാണ്, ഫർദ് കിഫായിയാണ്. ഓരോരുത്തരും ചെയ്യേണ്ടതല്ല, ആ സംഗതി നടന്നിരിക്കണം. ഇത് ഫർദ് കിഫായിയാണെന്നുള്ള ഉദാഹരണമാണ്, അല്ലെങ്കിൽ തെളിവാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കടമുള്ള ഒരാളുടെ മയ്യത്ത് കൊണ്ടുവന്നല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഈ മയ്യത്തിന് കടമുണ്ടോ? അപ്പൊ കടം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി എന്താ പറഞ്ഞത്? സൊല്ലു അല സാഹിബിക്കും, എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടിയിട്ട് നിസ്കരിച്ചു കൊള്ളുവിൻ എന്നാണ്. അപ്പൊ അവിടെ വന്നത് കൽപ്പനയാണ്. സൊല്ലു അല സാഹിബിക്കും, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു കൽപ്പനയാണ് വരുന്നത് എങ്കിൽ അതിന്റെ അടിസ്ഥാനം നിർബന്ധമാണ് എന്നുള്ളതാണ്. പിന്നെ അത് സുന്നത്താണെന്നൊക്കെ പറയാനാണ് എന്ത് വേണ്ടത്? തെളിവ് വേണ്ടത്. അപ്പൊ ഇവിടെ നബിന്റെ കൽപ്പന വന്നു. അതുപോലെ തന്നെ നജാഷി രാജാവ് മരിച്ച സമയത്ത്, ആരാണ് നജാഷി? ഏത് നാട്ടിലെ ഭരണാധികാരിയാണ്? ഹബിഷയിലെ അല്ലെ, അബസീനയിലെ രാജാവാണ്, ഭരണാധികാരിയാണ് നജാഷി. അദ്ദേഹം മരിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരൊക്കെ കൂട്ടി. ഖദ് തൂഫിയ അൽ-യൗമ റജുലുൻ സാലിഹുൻ മിനൽ ഹബ്ശ ഫഹലുമ്മ ഫസല്ലു അലൈഹി, ഇന്ന് ഹബ്ശയിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വന്നതാണ്. അങ്ങനെ സ്വഹാബിമാരൊക്കെ ഒരുമിച്ച് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസല്ലു അലൈഹി, നിങ്ങൾ നജാഷിക്ക് വേണ്ടി എന്ത് ചെയ്യുക? മയ്യിത്ത് നിസ്കാരം നിർവഹിക്കുക. അപ്പൊ അവിടെയും വന്നത് ഫസല്ലു അലൈഹി, കൽപ്പനയാണ്. അപ്പൊ മയ്യിത്ത് നിസ്കാരം എന്നുള്ള സുന്നത്തായ ഒരു സംഗതിയല്ല, നിർബന്ധമായ സംഗതിയാണ്, ഫർദ് കിഫായയാണ്. ഒരു നാട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി ആരും മയ്യിത്ത് നിസ്കരിച്ചിട്ടില്ല എങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. അപ്പൊ അതാണ് മയ്യിത്ത് നിസ്കാരത്തിന്റെ വിധി. ഹുക്ം എന്താന്ന് ചോദിച്ചാൽ ഫർദു കിഫായ, നിർബന്ധമാണ്. ശേഷം ഷെയ്ഖ് പറയാണ്, യുകബ്ബിറു അർബഅൻ, എത്ര തക്ബീറുകളുണ്ട് മയ്യിത്ത് നിസ്കാരത്തിൽ? 4 തക്ബീറുകളാണ്. യുകബ്ബിറു അർബഅൻ, 4 തക്ബീറുകൾ ചൊല്ലണം. അതിനുള്ള തെളിവും ഈ നജാഷിക്ക് വേണ്ടി നിസ്കരിച്ച സംഭവം ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസല്ലയിലേക്ക് പുറപ്പെട്ടു, സ്വഹാബിമാർ കൂടെയുണ്ട്. വകബ്ബറ 4 തക്ബീറാത്തിൻ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 തക്ബീറുകൾ ചൊല്ലി നജാഷി രാജാവിന് വേണ്ടി നിസ്കരിച്ചു എന്ന് ഹദീസിൽ കാണാം. ഇനി 4 കൂടുതൽ തക്ബീറുകൾ പറ്റുമോ? 5 തക്ബീർ 6 തക്ബീറൊക്കെ ചൊല്ലാൻ പറ്റുമോ മയ്യിത്ത് നിസ്കാരത്തിൽ? അങ്ങനത്തെ രൂപം എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല താബിഇയാൻ, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് 6 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഒരിക്കൽ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിസ്കരിക്കുകയാണ്. അപ്പൊ സെയ്ദ് റളിയല്ലാഹു അൻഹു സാധാരണ എല്ലാ മയ്യിത്ത് നിസ്കാരങ്ങളിലും 4 തക്ബീറുകളാണ് ചൊല്ലാറുള്ളത്. ഒരിക്കൽ അദ്ദേഹം കബ്ബറ അലാ ജനാസത്തിൻ ഖംസൻ, 5 തക്ബീറുകൾ ചൊല്ലി. ഒരിക്കൽ ജനാസ നിസ്കരിക്കുന്ന സമയത്ത് സെയ്ദ് റളിയല്ലാഹു അൻഹു 5 തക്ബീറുകൾ ചൊല്ലിയിട്ടാണ് മയ്യിത്ത് നിസ്കാരം നിർവഹിച്ചത്. അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ അബീ ലൈല ഈ സംഭവം ആദ്യമായിട്ട് കാണുകയാണ്.
സാധാരണ 4 തക്ബീറുകളാണ് കാണാറുള്ളത്. അപ്പൊ എന്താണ് 5 തക്ബീറുകൾ ചൊല്ലിയത് എന്ന് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുകബ്ബിറുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ 5 തക്ബീറുകൾ ചൊല്ലിയിട്ടും നിസ്കരിച്ചിട്ടുണ്ട്. ഇത് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹു തആലക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 957 ഹദീസായിട്ട് ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇത്. അപ്പൊ 4, 5 എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും അധികം വന്നിട്ടുള്ളത് എത്ര തക്ബീറുകളാണ്? 4 തക്ബീറുകളാണ്. അപ്പൊ ആ 4 തക്ബീറുകൾ മതി. എന്നാൽ ഒരാൾ 5 ചൊല്ലിയാൽ അയാളെ നിസ്കാരം ബാത്തിലാണെന്ന് എന്ത് ചെയ്യരുത്, പറയാൻ പാടില്ല. ആ രൂപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മളെ നാട്ടിൽ പരിചയമുള്ളത് എത്ര തക്ബീറുകളാണ്? സാധാരണ എത്ര തക്ബീറുകളിട്ട് നിസ്കരിക്കല്? 4 തക്ബീറാണ്. അപ്പൊ നമ്മളെ നാട്ടുകാർക്ക് എന്തേ പരിചയമുള്ളൂ? 4 തക്ബീർ എന്നുള്ളതാണ് പരിചയമുള്ളത്. അപ്പൊ അവിടെ പോയിട്ട് 5 തക്ബീർ ചൊല്ലിയിട്ട് എന്തുണ്ടാക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത്. 5 തക്ബീർ ചൊല്ലിയിട്ട് അത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. അപ്പൊ ആകെ പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ കച്ചറായിരിക്കും. അപ്പൊ ആ കച്ചറ ഉണ്ടാക്കാൻ നിൽക്കരുത്. 4 തക്ബീറുകളാണ് പൊതുവെ പരിചയമുള്ളത് എങ്കിൽ പിന്നെ ആ നാട്ടിൽ പോയിട്ട് നിങ്ങൾ തശ്വീഷ് ഉണ്ടാക്കരുത് എന്നൊക്കെ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളുള്ളാഹ് ഈ വിഷയം പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇനി അഥവാ ഏതെങ്കിലും ഒരു മയ്യിത്ത് നിസ്കാരത്തിന് അങ്ങനെ ഇമാം 5ാമത്തെ ഒരു തക്ബീർ ചൊല്ലിയാൽ എന്താണ് നമ്മൾ 5ാമത്തെ തക്ബീറിന് ശേഷം പ്രാർത്ഥിക്കുക? എന്തും പ്രാർത്ഥിക്കാം. മയ്യത്തിന് വേണ്ടിയിട്ട് പാപമോചനം തേടിയിട്ടും പൊറുക്കലിനെ തേടിയിട്ടും ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നു. വല്ലാഹു അലം. അപ്പൊ 4 തക്ബീറുകളാണ് ചൊല്ലേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. എന്നാൽ അതിലധികം വന്ന രൂപവും ഉണ്ടായിട്ടുണ്ട്, സ്ഥിരപ്പെട്ടിട്ടുണ്ട്. സ്വഹീഹായി തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. ശേഷം ഷെയ്ഖ് പറയാണ്, വയഖറഉ ബഅദൽ ഊലാ അൽ ഫാത്തിഹ. 1ാമത്തെ തക്ബീറിന് ശേഷം എന്താണ് ചൊല്ലേണ്ടത്? സൂറത്തുൽ ഫാത്തിഹയാണ്. وإن قرأ معها سورة قصيرة أو آية أو آيتين فحسن للحديث الصحيح الوارد في ذلك عن ابن عباس رضي الله عنهما. അപ്പോൾ 1ാമത്തെ തക്ബീർ കഴിഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ ഓതുക. പ്രാരംഭ പ്രാർത്ഥന ഉണ്ടോ മയ്യിത്ത് നിസ്കാരത്തിൽ? ഇല്ല. പ്രാരംഭ പ്രാർത്ഥന ഇല്ലാതെ നേരെ ഫാത്തിഹ ഓതി തുടങ്ങുകയാണ് വേണ്ടത്. കാരണം മയ്യിത്ത് നിസ്കാരം എന്നുള്ളത് വളരെ ചുരുക്കി നിർവഹിക്കുന്ന നിസ്കാരമാണ്. അതിൽ റുക്കൂ ഇല്ല, സുജൂദില്ല, ഇഅ്തിദാലില്ല, ബാക്കിയുള്ള ഒന്നുമില്ല. ആകെ നൃത്തമുണ്ട്, പിന്നെ 4 തക്ബീറുകളുണ്ട്. അപ്പോൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ നിർവഹിക്കുന്ന നിസ്കാരമാണ് എന്ത്? മയ്യിത്ത് നിസ്കാരം. അപ്പോൾ ആ മയ്യിത്ത് നിസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥന ഇല്ല. 1ാമത്തെ തക്ബീർ കഴിഞ്ഞാൽ നേരെ ഫാത്തിഹ ഓതുകയാണ് വേണ്ടത്. സൂറത്ത് ഓതാൻ പറ്റുമോ? സൂറത്ത് ഓതുന്നതിൽ എന്തില്ല, വിലക്കൊന്നും ഇല്ല. അതാണ് ഷെയ്ഖ് ഇവിടെ പറയുന്നത്. വഇൻ ഖറഅ മഅഹ, ആരെങ്കിലും ആ സൂറത്തുൽ ഫാത്തിഹയുടെ കൂടെ ഓതി സൂറത്തൻ ഖസീറത്തൻ, ചെറിയൊരു സൂറത്ത്, ഔ ആയത്തൻ ഔ ആയത്തൈൻ, അല്ലെങ്കിൽ 1 or 2 ആയത്തുകൾ, ഫഹസനുൻ, അതെന്താണ്, നല്ല കാര്യമാണ്. അത് വെറുതെ ഷെയ്ഖിന്റെ അഭിപ്രായം പറഞ്ഞതല്ല. ലിൽ ഹദീസി അസ്സഹീഹിൽ വാരിദി ഫീ ദാലിക അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആ വിഷയത്തിൽ സ്വഹീഹായ ഹദീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹദീസിൽ വന്ന സംഗതിയാണത്. അവിടെ ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിന്നിട്ട് ത്വൽഹത്ത് ഇബ്നു അബ്ദില്ല അദ്ദേഹം നിസ്കരിച്ചു. അപ്പോൾ നിസ്കരിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ത് ഓതി? സൂറത്തുൽ ഫാത്തിഹ ഓതി. അതിനുശേഷം ഒരു സൂറത്തും ഓതി. അത് ഉറക്കനെ തന്നെയാണ് ഓതിയത്, ഉച്ചത്തിൽ തന്നെയാണ് ഓതിയത്. അപ്പോൾ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരും ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് ഇദ്ദേഹം ത്വൽഹത്ത് ഇബ്നു അബ്ദില്ലാഹ് ഇബ്നു ഔഫ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഇബ്നു അബ്ബാസിന്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഓതിയത്? സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ് നമുക്ക് പരിചയമുള്ളത്. അപ്പോൾ എന്താണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്തും കൂടി ഓതാനുള്ള കാരണം? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ മറുപടി, സുന്നത്തുൻ വഹഖുൻ, അതും ഉള്ളതാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഇത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആലക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ അങ്ങനത്തെ രൂപം എന്ത് ചെയ്തിട്ടുണ്ട്?
വന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾ മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത് സൂറത്തുൽ ഫാത്തിഹയുടെ കൂടെ എന്ത് ചെയ്തു, വേറൊരു ചെറിയ സൂറത്ത് കൂടി ഓതിയാൽ അതിനെന്തില്ല, തെറ്റില്ല. അപ്പോൾ ചിലപ്പോൾ ഇമാം നിൽക്കുന്ന ആള് സാവകാശം ഓതുന്ന ഒരാളാണ്. നമ്മൾ ഫാത്തിഹ ഓതി കഴിഞ്ഞു, പിന്നെ നമുക്ക് സമയമുണ്ട്, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു സൂറത്തോ അല്ലെങ്കിൽ 1-2 ആയത്തുകളൊക്കെ ഓതാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്ന സംഗതിയാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആലയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ എന്നാണ് പറഞ്ഞത്. ശരിക്കും ഒരു സ്വഹാബിന്റെ പേര് കേൾക്കുമ്പോൾ എന്താ പറയാ, റളിയല്ലാഹു അൻഹു എന്നല്ല പറയാ. ഇവിടെ റളിയല്ലാഹു അൻഹുമാ എന്ന് പറയാനുള്ള കാരണം എന്താ? ഇബ്നു അബ്ബാസ്, കാരണം ഉപ്പയും സ്വഹാബിയാണ്, മകനും സ്വഹാബിയാണ്. അപ്പൊ റളിയല്ലാഹു അൻഹുമാ എന്നാ പറയാ. ഇബ്നു ഉമർ എന്ന് പറയുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമറാൻ. അപ്പൊ ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, ഉമർ റളിയല്ലാഹു അൻഹു മകനും സ്വഹാബിയാണ്. അപ്പൊ അവരുടെ പേര് പറയുമ്പോൾ റളിയല്ലാഹു അൻഹുമാ, അവരുടെ രണ്ടുപേരെയും അള്ളാഹു തൃപ്തിപ്പെടട്ടെ എന്ന പ്രാർത്ഥനയാണത്. അവർ രണ്ടുപേരെയും, ആ രണ്ടുപേരും എന്നുള്ള അർത്ഥം കിട്ടാണ് എന്ത് വരുന്നത്, റളിയല്ലാഹു അൻഹുമാ എന്ന് വരുന്നത്. ഇപ്പൊ ഇബ്നു അബ്ബാസ് എന്ന് പറയുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസാണ്. അബ്ദുള്ളയും സ്വഹാബിയാണ്, അദ്ദേഹത്തിന്റെ ഉപ്പ അബ്ബാസും സ്വഹാബിയാണ്. ആരാണ് അബ്ബാസ്? അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനാണ്. നബിന്റെ ഉപ്പ അബ്ദുള്ള, വല്യുപ്പ അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന് 11 മക്കളാണ്, 11 ആൺകുട്ടികൾ. ആ 11 ആൺകുട്ടികളിൽ ഒന്ന് നബിന്റെ ഉപ്പ, പിന്നെ 10 സഹോദരങ്ങൾ. ആ 10 സഹോദരങ്ങളിൽ 4 ആളുകൾക്കാണ് നബിന്റെ കാലം കിട്ടിയത്, നുബുവത്തിന്റെ കാലം കിട്ടിയത്. ബാക്കി 6 ആളുകളും നബിയാകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. ആ 4 ആളുകളിൽ 2 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു, 2 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഇസ്ലാം സ്വീകരിച്ച 2 ആൾക്കാരാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും. അവർ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരങ്ങളാണ്. അപ്പോൾ തന്നെ ഇസ്ലാം സ്വീകരിക്കാത്ത 2 ആൾക്കാരാണ് അബൂ ത്വാലിബും അബൂ ലഹബും. അപ്പൊ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരന്മാരാണ്, അഅ്മാമുകളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സൂചിപ്പിച്ച കാര്യം ഇതാണ്. ഒരാൾ 1ാമത്തെ തക്ബീർ കഴിഞ്ഞാൽ പിന്നെ ഫാത്തിഹ ഓതുക. ഫാത്തിഹയ്ക്ക് ശേഷം സമയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സൂറത്തോ അല്ലെങ്കിൽ ഒരായത്തോ 2 ആയത്തോ ഒക്കെ ഓതാം. അത് ഹദീസിൽ വന്നതാണ്. അങ്ങനത്തെ രൂപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. ശേഷം ഷെയ്ഖ് പറയാണ്, സുമ്മ യുകബ്ബിറു സാനിയ, പിന്നെന്താ ചെയ്യുക, 2ാമത്തെ തക്ബീർ ചൊല്ലുക. വയുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കസലാത്തിഹി ഫിത്തശഹുദി. 2ാമത്തെ തക്ബീർ ചൊല്ലിയിട്ട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? മയ്യിത്ത് നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്താൻ. അവിടെ മയ്യിത്ത് നിസ്കാരത്തിന് മാത്രം പ്രത്യേകമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഒരു സ്വലാത്ത് വന്നിട്ടില്ല. മയ്യിത്ത് നിസ്കാരത്തിൽ നിങ്ങൾ ഈ സ്വലാത്താണ് ചൊല്ലേണ്ടതെന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു സ്വലാത്ത് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഏത് സ്വലാത്ത് തന്നെ ചൊല്ലുക? നിസ്കാരത്തിൽ സാധാരണ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് തന്നെയാണ് ചൊല്ലേണ്ടത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. വേറെയും രൂപങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ വന്ന രൂപങ്ങളിലൊന്നും ഏത് പദമില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്നുള്ള രൂപം എന്ത് ചെയ്തിട്ടില്ല, ഈ വന്ന സ്വലാത്തുകളുടെ രൂപങ്ങളിലൊന്നും ഇല്ല. അപ്പൊ അത് നമ്മൾ നിസ്കാരത്തിൽ ഒഴിവാക്കുന്നതാണ് വേണ്ടത്. കാരണം യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്തിറങ്ങിയപ്പോൾ സ്വഹാബിമാര് നബിന്റെ അടുക്കൽ വന്നു. അവർ പറഞ്ഞു, നബി ഞങ്ങളോട് എങ്ങനെ സലാം പറയേണ്ടത് ഞങ്ങൾക്ക് അറിയാം, എന്നാൽ നിങ്ങളുടെ പേരിൽ എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത സ്വലാത്താണ് ഏത്? ഇബ്രാഹിമിയ സ്വലാത്ത്. അപ്പൊ ആ സ്വലാത്താണ് എന്ത് ചെയ്യേണ്ടത്, നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലേണ്ടത്. അവിടെ എന്തില്ല, സയ്യിദുന എന്ന പ്രയോഗം ഇല്ല. ശരിക്കും സയ്യിദുന എന്ന് പറഞ്ഞു, അതെ ആ രൂപം വന്നിട്ടുണ്ട്, ഹദീസിൽ വന്ന രൂപം തന്നെയാണ് ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്നുള്ളത്. വേറെ റിപ്പോർട്ടാണ്, രണ്ടും ആകാം. എന്നാൽ സയ്യിദുന എന്ന് അവിടെ ഇല്ല. അപ്പൊ സയ്യിദുന എന്ന് പറഞ്ഞാൽ അർത്ഥത്തിൽ തകരാറൊന്നുമില്ല. എന്താ സയ്യിദ് എന്ന് പറഞ്ഞാല്? ലീഡർ അല്ലെ, നേതാവ്.
നബി അല്ലാതെ പിന്നെ ആരാ നമ്മളെ നേതാവ്? നബി തന്നെയാണ് നമ്മൾ ലീഡർ. എന്നാൽ അങ്ങനത്തെ ഒരു പദം എന്ത് ചെയ്തിട്ടില്ല, സ്വലാത്തിൽ പ്രത്യേകം വന്നിട്ടില്ല. നിസ്കാരത്തിലെ സ്വലാത്തിൽ പ്രത്യേകം വന്നിട്ടില്ല. നിസ്കാരത്തിന് പുറത്തൊക്കെ ഒരാൾ സ്വലാത്തിൽ ആണെങ്കിൽ എന്തില്ല, സയ്യിദിന എന്നുള്ള പദം ചൊല്ലാം. നിസ്കാരത്തിന് പുറത്താണെങ്കിൽ ഏറ്റവും അഫ്ളൽ ഏതാണ്, ഏറ്റവും ഉത്തമം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഈ ഇബ്രാഹിമിയ സ്വലാത്ത് തന്നെയാണ്. അപ്പൊ അതാണ് രണ്ടാമത്തെ തക്ബീർ കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലേണ്ടത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി, നബി കുടുംബത്തിൻ്റെയും ഇബ്രാഹിമി കുടുംബത്തിൻ്റെ ഒക്കെ ഒരു ശ്രേഷ്ഠതയും സ്ഥാനവും ഒക്കെയാണ്. ലോകത്ത് നടക്കുന്ന എല്ലാ മയ്യിത്ത് നിസ്കാരങ്ങളിലും ആരെ ഓർക്കുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കുടുംബത്തെയും ഓർക്കുന്നുണ്ട്. ഇബ്രാഹിം നബിയെയും കുടുംബത്തെയും ഓർക്കുന്നുണ്ട്. 5 നേര നിസ്കാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും കുടുംബത്തെയും ഓർക്കുന്നുണ്ട്. അതൊക്കെ അവർക്ക് അള്ളാഹു കൊടുത്ത അംഗീകാരവും സ്ഥാനവുമാണ്. ശേഷം ഷെയ്ഖ് പറയാണ്, പിന്നെന്താ ചെയ്യുക? മൂന്നാമത്തെ തക്ബീർ ചൊല്ലുക. വയഖൂലു, എന്നിട്ട് പറയുക, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിനാ വമയ്യിതിനാ വശാഹിദിനാ വഗായിബിനാ. ഇവിടെ 3 ഹദീസുകളിലായിട്ട് വന്ന പ്രാർത്ഥനകൾ മൊത്തം ഷെയ്ഖ് എന്ത് ചെയ്യാണ്, ഒറ്റ പ്രാർത്ഥനയായിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് പരിചയമുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു. അപ്പോൾ തന്നെ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിനാ വമയ്യിതിനാ വശാഹിദിനാ വഗായിബിനാ എന്നൊക്കെ തുടങ്ങുന്ന ആ പ്രാർത്ഥന. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന എന്ത് ചെയ്യാം, ചൊല്ലാം. ഈ 2 ചൊല്ലുകയാണെങ്കിലും എന്തില്ല, വിരോധം ഇല്ല. അപ്പോൾ മയ്യിത്ത് നിസ്കാരത്തിന്റെ പ്രാർത്ഥന നമ്മൾ ശരിക്ക് പഠിക്കണം. അത് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കണം. പ്രാർത്ഥനാ പുസ്തകങ്ങളിലൊക്കെ ആ പ്രാർത്ഥന നമുക്ക് കാണാൻ പറ്റും. അത് അർത്ഥസഹിതം തന്നെ പഠിക്കാൻ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നിസ്കരിക്കുന്ന സമയത്ത് പ്രത്യേകം പറഞ്ഞതാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല ഇഖ്ലാസോട് കൂടിയാണ് മയ്യിത്ത് നിസ്കാരം നിർവഹിക്കേണ്ടത്. കാരണം ഒരു മനുഷ്യന് വേണ്ടി നമുക്ക് അവസാനം ചെയ്തു കൊടുക്കാൻ പറ്റിയ കർമ്മങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ആ ഇഖ്ലാസൊക്കെ കിട്ടണമെങ്കിൽ വെറുതെ ഇതൊരു അറബി വാക്കുകൾ മാത്രമായിട്ട് പറഞ്ഞാൽ പോരാ. അതിൻ്റെ അർത്ഥം കൂടി അതിൻ്റെ ആശയം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം എന്നതാണ് വിഷയം. ഇനി ഒരാൾക്ക് മയ്യിത്ത് നിസ്കാരത്തിൽ പ്രാർത്ഥന അറിയില്ല, ഒരാൾ കുറച്ച് വലിയ പ്രാർത്ഥനയാണല്ലോ, അപ്പോൾ ആ പ്രാർത്ഥന അയാൾ പഠിച്ചിട്ടില്ല, അയാൾ മയ്യിത്ത് നിസ്കരിക്കേണ്ടതാണോ? അല്ല, അയാൾക്ക് എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ പറ്റുക അങ്ങനെ എന്ത് ചെയ്യാം, അയാൾക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും ചുരുക്കിയത് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറഞ്ഞാൽ എന്തായി, അള്ളാഹു നീ ആ മനുഷ്യന് പുറത്തു കൊടുക്കണേ, പ്രാർത്ഥനയാണ്. വർഹംഹു, നീ ആ മനുഷ്യനോട് കാരുണ്യം കാണിക്കണമേ. ബസ്. ഒന്നും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കുക എന്നൊക്കെ ഷെയ്ഖുമാർ പറയുന്ന നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അവർ ആ പ്രാർത്ഥന പഠിക്കാൻ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതെ, കുട്ടികൾക്ക് വേറെ തന്നെ പ്രാർത്ഥന എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. കുട്ടികൾക്കുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. കാരണം കുട്ടികൾ പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ. കുട്ടികൾ ചെയ്യുന്ന പാപം അവരുടെ പേര് രേഖപ്പെടുത്തുന്നില്ല. പ്രായപൂർത്തിയായതിനു ശേഷമാണല്ലോ അവർക്ക് ഇസ്ലാമിന്റെ വിധികളും കാര്യങ്ങളൊക്കെ നിർബന്ധമാകുന്നതും ബാധകമാകുന്നതും. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറയുന്ന പ്രാർത്ഥനയല്ല. അത് വേറെ തന്നെ പ്രാർത്ഥന എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ശേഷം ഷെയ്ഖ് പറയാണ്, ഇപ്പോൾ 3 തക്ബീറുകളാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി 4ാമത്തെ തക്ബീർ, സുമ്മ യുകബ്ബിറു റാബിഅ, 4ാമത്തെ തക്ബീർ ചൊല്ലുക. വയുസല്ലിമു തസ്ലീമതൻ വാഹിദതൻ അൻ യമീനിഹി, എന്നിട്ട് വലതു ഭാഗത്തേക്ക് ഒരു തവണ സലാം വീട്ടുക. വയുസ്തഹബ്ബു അൻ യർഫഅ യദൈഹി മഅ കുല്ലി തക്ബീറത്തിൻ, ഓരോ തക്ബീറിന്റെ സമയത്തും കൈകൾ ഉയർത്തുക എന്നുള്ളത് എന്താണ്, സുന്നത്താൻ. അല്ലാഹു അക്ബർ എന്ന ആദ്യത്തെ തക്ബീർ ചൊല്ലുമ്പോൾ കൈകൾ ഉയർത്തുക, 2ാമത്തെ തക്ബീർ, 3ാമത്തെ തക്ബീർ, 4ാമത്തെ തക്ബീർ, ഇങ്ങനെ 4 തക്ബീറുകൾ ചൊല്ലുമ്പോൾ ഓരോ തക്ബീറിന്റെ കൂടെയും കൈകൾ ഉയർത്തുക എന്നത് സുന്നത്താണ്. ഇവിടെ ഷെയ്ഖ് പറഞ്ഞത് വയുകബ്ബിറു റാബിഅ, 4ാമത്തെ തക്ബീർ ചൊല്ലുക എന്നിട്ട് സലാം വിട്ടുക എന്നതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല പറയുന്ന അഭിപ്രായം. അപ്പോൾ ഷെയ്ഖിന്റെ അഭിപ്രായത്തിൽ 4ാമത്തെ തക്ബീറിന് ശേഷം എന്തില്ല, പ്രാർത്ഥന ഇല്ല. എന്നാൽ കുറച്ചും കൂടി ശരിയായ അഭിപ്രായം വല്ലാഹു അലം, 4ാമത്തെ തക്ബീറിന് ശേഷം എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിൽ 4 മദ്ഹബിൽ, ഹനഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലും എന്തില്ല, 4ാമത്തെ തക്ബീർ കഴിഞ്ഞാൽ പ്രാർത്ഥന ഇല്ല. എന്നാൽ ഷാഫിഈ മദ്ഹബിലും മാലിക്കി മദ്ഹബിലും എന്തുണ്ട്, 4ാമത്തെ തക്ബീർ കഴിഞ്ഞാൽ പ്രാർത്ഥനയുണ്ട്.
ആ അഭിപ്രായമാണ് കുറച്ചും കൂടി പ്രമാണങ്ങളോട് യോജിച്ച അഭിപ്രായമായിട്ട് മനസ്സിലാകുന്നത്. 4ാമത്തെ തക്ബീർ കഴിഞ്ഞാലും മയ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക എന്നതാണ്. അതിനുള്ള തെളിവ് എന്താണെന്ന് വെച്ചാൽ, അബ്ദുല്ലാഹി ബിൻ അബി ഔഫ അദ്ദേഹത്തിൻ്റെ മകള് മരിച്ച സമയത്ത് അദ്ദേഹം നിസ്കരിച്ചു, ജനാസ നിസ്കരിക്കുകയാണ്. അപ്പോൾ ജനാസ നിസ്കരിക്കുമ്പോൾ 3 തക്ബീറുകൾ കഴിഞ്ഞ് 4ാമത്തെ തക്ബീർ കെട്ടിയിട്ട് സാധാരണ 1ാമത്തെ 2ാമത്തെ തക്ബീറിന് അത്ര ദൈർഘ്യമായിട്ട് അദ്ദേഹം നിന്നു എന്നാണ്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു എന്താണ് സംഭവം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥന എന്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ രൂപം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല, ഇമാം ഷൗക്കാനി റഹിമഹുല്ല ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് 4ാമത്തെ തക്ബീർ കഴിഞ്ഞ് മിണ്ടാതിരിക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, നിസ്കാരത്തിൽ എവിടെ എന്തില്ല, നിശബ്ദമായി നിൽക്കുന്ന ഒരു സമയമില്ലല്ലോ. നിസ്കാരത്തിൽ എവിടെയും മിണ്ടാതെ നിൽക്കുന്ന ഒരു കർമ്മമില്ല. അതുകൊണ്ട് തന്നെ മിണ്ടാതെ നിൽക്കുക എന്നതിനേക്കാളും ആ 4ാമത്തെ തക്ബീർ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതിനുള്ള തെളിവാണ് ഈ പറഞ്ഞ അബ്ദുല്ലാഹി ബിൻ അബി ഔഫ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. അതെ, അത് 3ാമത്തെ തക്ബീർ തന്നെ എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. അപ്പൊ അല്ലാഹുമ്മ ഗഫിർ ലി ഹയ്യിന വ മയ്യിത്തിന എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ മയ്യത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ആ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതാണ്. ഇതേ ഒരു ന്യായമാണ് 1ാമത്തെ റക്അത്ത് കഴിഞ്ഞ് 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴും, അതുപോലെ തന്നെ 3ാമത്തെ റക്അത്ത് കഴിഞ്ഞ് 4ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴും എന്തെങ്കിലുണ്ട്, ഒന്ന് ഇരിക്കാറുണ്ട് അല്ലെ. സുജൂദ് കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് അടുത്ത റക്അത്തിലേക്ക് കൈകെട്ടുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ഒന്ന് ഇരുന്നിട്ടാണ് ചിലരെന്ത് ചെയ്യാറുള്ളത്, എഴുന്നേൽക്കാറുള്ളത്. ജിൽസത്തുൽ ഇസ്തിറാഹ എന്ന് പറയാ, ഒരു വിശ്രമത്തിന് വേണ്ടിയിട്ടുള്ള ഇരുത്തം. സംഭവം മനസ്സിലായല്ലോ. 1ാമത്തെ റക്അത്ത് കഴിഞ്ഞ് 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ സുജൂദിൽ നിന്ന് നേരെ ഉയരാതെ എന്ത് ചെയ്യും, ഒന്ന് ഇരിക്കും, ഒന്ന് ഇരുന്നിട്ടാണ് എഴുന്നേൽക്കുക. അതുപോലെ തന്നെ 3ാമത്തെ റക്അത്ത് കഴിഞ്ഞ് 4ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴും ഒന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കും. അപ്പൊ അതിന് എന്താണ് അത് അങ്ങനെ ഇരിക്കൽ സുന്നത്താണോ അല്ലേ എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നത്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മാലിക് ബിൻ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്താണ്. അപ്പൊ അവസാന കാലം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ചും കൂടിയൊക്കെ പ്രായമായി, നബിക്ക് ശരീരമൊക്കെ ഒന്ന് ഭാരം കൂടി നേരെ എഴുന്നേൽക്കാൻ പറ്റാത്ത സമയമാണ്. ചില സമയത്തൊക്കെ രാത്രി നിസ്കാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നു കൊണ്ട് നിർവഹിച്ചിരുന്നു എന്നൊക്കെ ആയിഷ ബീവി പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ നിസ്കാരമാണ് ആര് കാണുന്നത്, മാലിക് ബിൻ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു കാണുന്നത്. അപ്പൊ നബിന്റെ അവസാന കാലത്തെ നിസ്കാരമാണ് ഈ സ്വഹാബി കണ്ടത്. ആ സ്വഹാബി കണ്ടത് എന്ത് ചെയ്തു, അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറഞ്ഞൊരു കാര്യം, ഒരാൾക്ക് നേരെ എഴുന്നേൽക്കാൻ കഴിയില്ല എങ്കിൽ അയാൾ ഇരുന്നുകൊണ്ട് എഴുന്നേൽക്കലാണെന്ത്, സുന്നത്ത്. ഒരാൾക്ക് 1ാമത്തെ റക്അത്ത് കഴിഞ്ഞ് സുജൂദിൽ നിന്ന് നേരെ അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല എങ്കിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കലാണ് സുന്നത്ത്. എന്നാൽ ഒരാൾക്ക് നേരെ എഴുന്നേൽക്കാൻ കഴിയുമെങ്കിലോ അങ്ങനെ നേരെ എഴുന്നേൽക്കുകയുമാണ് വേണ്ടത്. അതിന് പറയുന്ന മറ്റൊരു ന്യായം ഇതാണ്, നിസ്കാരത്തിൽ എവിടെ എന്തില്ല, മിണ്ടാതിരിക്കുന്ന ഒരു സമയമില്ല, ഒരു പ്രാർത്ഥനയില്ല, ഒരു ദിക്റും ഇല്ലാത്ത ഒരു സന്ദർഭവും നിസ്കാരത്തിൽ ഇല്ലല്ലോ വേറെ. ഇവിടെ നമ്മൾ ജിൽസത്തുൽ ഇസ്തിറാഹക്ക് വേണ്ടി ഇരിക്കുമ്പോൾ എന്ത് ചെയ്യാണ്, അവിടെ പ്രത്യേക തക്ബീർ അതിന് വേണ്ടിയിട്ടില്ല. ആ തക്ബീർ ഏതാണ്, നൃത്തത്തിലേക്കുള്ള തക്ബീർ തന്നെയാണ്. ആ ഇരുത്തത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം ചെയ്യുന്നില്ല, ഒരു തക്ബീർ ചൊല്ലുന്നില്ലല്ലോ. അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കാൻ വേണ്ടിയുള്ള തക്ബീറാണ് ചൊല്ലുന്നത്. അവിടെയാണ് ആ ഇരിക്കുന്നത്. ആ ഇരുത്തത്തിൽ പ്രത്യേക പ്രാർത്ഥനയും ഇല്ല. അപ്പൊ കാരണം ഉണ്ടെങ്കിൽ ഒരാൾക്ക് അങ്ങനെ നേരിട്ട് എഴുന്നേൽക്കാൻ കഴിയില്ല എങ്കിൽ എന്ത് ചെയ്താൽ മതി, അങ്ങനെ ഇരുന്നാൽ മതി. അപ്പൊ കഴിയാത്ത ആളുകൾക്കാണ് അത് സുന്നത്ത്, അല്ലാത്തവർ നേരെ എഴുന്നേൽക്കുക തന്നെയാണ് വേണ്ടത് എന്ന അഭിപ്രായമാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലക്ക് പറയുന്ന അഭിപ്രായം. ഇപ്പൊ ഈ മയ്യിത്ത് നിസ്കാരത്തിന്റെ 4ാമത്തെ റക്അത്തിൽ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അപ്പൊ മിണ്ടാതിരിക്കുന്നതിനേക്കാളും നല്ലത് 4ാമത്തെ തക്ബീർ കഴിഞ്ഞിട്ട് മയ്യിത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ്. തക്ബീറുകൾ ഉച്ചത്തിൽ തന്നെ എന്ത് ചെയ്യുക, ചൊല്ല. ഇമാമ് നിൽക്കുമ്പോൾ ഉച്ചത്തിൽ തന്നെ എന്ത് ചെയ്യുക, തക്ബീർ ചൊല്ലുക. മഅ്മൂമുകൾ എന്ത് ചെയ്താൽ മതി, പതുക്കെ ചൊല്ലിയാൽ മതി. എന്നാൽ വലിയ ജനാസയാണ്, മുന്നിൽ ഇമാമ് ചൊല്ലുന്നത് എന്ത് ചെയ്യൂല, പിന്നിലേക്ക് കേൾക്കൂല, അങ്ങനത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ബാക്കിയുള്ളവർക്ക് ഉച്ചത്തിൽ തക്ബീറുകൾ ചൊല്ലാം. കാരണം നിസ്കാരം നടക്കുന്നുണ്ടായി എവിടെ എത്തിന്നൊക്കെ അറിയണ്ടേ.
മഅ്മൂമിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് തക്ബീറുകൾ ഉച്ചത്തിൽ ചൊല്ലാൻ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും വന്നത്? ഉച്ചത്തിൽ ചൊല്ലരുത് എന്നാണോ ചൊല്ലണം എന്നാണോ? ഞാൻ ഉച്ചത്തിൽ ചൊല്ലാൻ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. സാധാരണ മഅ്മൂം എന്താണ് തക്ബീറുകൾ പതുക്കനെ ചൊല്ലുക എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനം. അത് മഅ്മൂം ഉച്ചത്തിൽ ചൊല്ലണം എന്നുള്ള പ്രത്യേകം തെളിവൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. അല്ലാഹു അഅലം. ശേഷം ഷെയ്ഖ് പറയാണ്, ഇനി മയ്യിത്ത് പെണ്ണാണെങ്കിൽ, ഒരു സ്ത്രീയുടെ മയ്യിത്താണ് മുമ്പിലുള്ളത് എങ്കിൽ എന്ത് പറയുക? നിസ്കാരത്തിൽ അല്ലാഹുമ്മ ഗഫിർ ലഹ എന്ന് പറയുക. അതുപോലെ തന്നെ വഇൻ കാനത്തിൽ ജനായിസു ഇസ്നതൈൻ, ഇനി 2 ജനാസ ഉണ്ടെങ്കിൽ അല്ലാഹുമ്മ ഗഫിർ ലഹുമാ, അല്ലാഹു നീ അവർക്ക് 2 പേർക്കും പുറത്തു കൊടുക്കണേ എന്ന് പറയുക. ഇനി 2ൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അല്ലാഹുമ്മ ഗഫിർ ലഹും എന്ന് പറയുക. ഒറ്റ തവണ തന്നെ ഒന്നിലധികം ആളുകൾക്ക് നിസ്കരിക്കുമ്പോൾ പറയുന്ന രൂപങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. മയ്യിത്ത് പെണ്ണാണ്, ഒരാൾ അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തെറ്റായിട്ട് കാണേണ്ട ആവശ്യമില്ല. ആണിന്റെ രൂപത്തിലാണ് അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹു നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പുല്ലിംഗ രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് വലിയൊരു തെറ്റായിട്ട് കാണേണ്ട ആവശ്യമില്ല. പുല്ലിംഗ രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഉദ്ദേശം മയ്യിത്താന്ന് കരുതിയാൽ മതി. മയ്യിത്ത് എന്നുള്ള അറബി ഭാഷയിൽ എന്താണ്? ആണാണ്. അപ്പം ആണിന്റെ മയ്യിത്തായാലും പെണ്ണിന്റെ മയ്യിത്തായാലും മയ്യിത്ത് എന്നുള്ളത് ആണാണ്. അപ്പൊ ആ നിലക്ക് എന്ത് ചെയ്യാം? അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പറയാം. അതല്ല ഇനി പെണ്ണ് എന്ന ഉദ്ദേശത്തിൽ അല്ലാഹുമ്മ ഗഫിർ ലഹ എന്നും പറയാവുന്നതാണ്. അത് വലിയൊരു വിഷയാക്കേണ്ട കാര്യം ഇല്ല. ഇനി ശേഷം മയ്യിത്ത് നിസ്കാരത്തിൽ ഇമാം നിൽക്കേണ്ട രൂപമാണ് ഷെയ്ഖ് വിശദീകരിക്കുന്നത്. വസ്സുന്നതു അൻ യഖിഫൽ ഇമാമു ഹിദാഅ റഅസി റജുലി വവസതിൽ മർഅ. മയ്യിത്ത് നിസ്കാരത്തിൽ പുരുഷന്റെ മയ്യിത്താണെങ്കിൽ ഇമാം എവിടെയാണ് നിൽക്കേണ്ടത്? തലയുടെ ഭാഗത്താണോ മയ്യിത്തിന്റെ മധ്യഭാഗത്താണോ? തലയുടെ ഭാഗത്താണ് എന്ത് ചെയ്യേണ്ടത്? ഇമാമ് നിൽക്കേണ്ടത്. പെണ്ണിന്റെ മയ്യിത്താണെങ്കിൽ മധ്യഭാഗത്തുമാണ് ഇമാമ് നിൽക്കേണ്ടത്. وأن يكون الرجل مما يلي الإمام إذا اجتمعت الجنائز والمرأة مما يلي القبلة. ഇനി ഒന്നിലധികം മയ്യിത്തുകളുണ്ട്. അത് ആണിന്റെയും പെണ്ണിന്റെയും മയ്യിത്തുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നാട്ടിൽ ഒരു ആക്സിഡന്റ് നടന്നു. അപ്പോൾ ആ കുടുംബത്തിലെ സഹോദരി മരിച്ചിട്ടുണ്ട്, സഹോദരനും മരിച്ചിട്ടുണ്ട്. അപ്പോൾ 2 മയ്യിത്തുണ്ട്. 2 മയ്യിത്ത് വരുമ്പോൾ ഒന്നിലധികം മയ്യിത്തുകൾ ഉണ്ടെങ്കിൽ എല്ലാ മയ്യിത്തിനും വേറെ വേറെ നിസ്കരിക്കുക എന്നതിനേക്കാളും അഫ്ദൽ എന്താണ്? എല്ലാ മയ്യിത്തിനും കൂടി ഒറ്റ നിസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അപ്പൊ അങ്ങനെ ആണിന്റെയും പെണ്ണിന്റെയും മയ്യിത്തുണ്ട് എങ്കിൽ കിബിലക്ക് അടുത്ത് വെക്കേണ്ടത് പെണ്ണിന്റെ മയ്യിത്താണ്. അതായത് ഇമാമിന് തൊട്ടുമുമ്പിൽ ആരുടെ മയ്യിത്ത് വരിക? ആണിന്റെ മയ്യിത്ത് വരിക. അതിന്റെ അപ്പുറത്ത് പെണ്ണിന്റെ മയ്യിത്ത്. അപ്പൊ ഇമാമിന്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ ആണിന്റെ മയ്യിത്താണ് മുമ്പിൽ, പെണ്ണിന്റെ മയ്യിത്ത് അതിന്റെ അപ്പുറത്ത്. കിബിലയെ നോക്കുമ്പോൾ പെണ്ണിന്റെ മയ്യിത്ത് ആദ്യം, ആണിന്റെ മയ്യിത്ത് ശേഷം. അങ്ങനെയാണ് അതിന്റെ ക്രമം. ആ രൂപത്തിലാണ് വേണ്ടത്. ഇവിടെ ഇമാമ് ആണിന്റെ മയ്യിത്താണെങ്കിൽ ഇമാമ് തലഭാഗത്ത് നിൽക്കണം. അതുപോലെ തന്നെ പെണ്ണിന്റെ മയ്യിത്താണെങ്കിൽ മധ്യഭാഗത്ത് നിൽക്കണം എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു ജനാസക്ക് വേണ്ടി നിസ്കരിച്ചു. ഫഖാമ ഇൻദ റഅസിഹി, അപ്പോൾ ആ മയ്യിത്തിന്റെ തലഭാഗത്താണ് അദ്ദേഹം നിന്നത്. ആ മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞ് അടുത്ത മയ്യിത്ത് കൊണ്ടുവന്നു. അതൊരു പെണ്ണിന്റെ മയ്യിത്താണ്. അപ്പോൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആ മയ്യിത്തിന്റെ മധ്യഭാഗത്ത് നിന്നിട്ടുമാണ് നിസ്കരിച്ചത്. അപ്പോൾ ഇത് കണ്ടു നിന്ന ആൾക്കാർ ചോദിച്ചു, എന്താണ് ഇങ്ങനെ? അലാ ഇബ്നു സിയാദ് അൽ അദവി റഹിമഹുല്ലാഹ് അദ്ദേഹം ഇങ്ങനെ 2 രൂപത്തിൽ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് ഇങ്ങനെ നിസ്കരിച്ചത്? അപ്പോൾ ഇങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചിരുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അത് അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചിരുന്നത്. അപ്പോൾ ഒരു പെണ്ണിന്റെ മയ്യിത്താണെങ്കിൽ എവിടെ നിൽക്കണം? മധ്യഭാഗത്ത് നിൽക്കണം. ആണിന്റെ മയ്യിത്താണെങ്കിൽ തലയുടെ ഭാഗത്തും നിൽക്കണം. അതാണ് സുന്നത്ത്. അങ്ങോട്ട് നമ്മൾ വരികയാണ്. അവിടെ നിന്ന് വിശദീകരിച്ചു പോയില്ല അല്ലേ? അപ്പോൾ യുസല്ലിമു തസ്ലീമത്തൻ വാഹിദ അല്ലെ, ഒരു സലാം എന്നതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല പറഞ്ഞത്. നിങ്ങൾ പുറത്തൊക്കെ പോയ ആൾക്കാർക്ക് അറിയാം,
അല്ലെ? പുറത്തൊക്കെ മയ്യിത്ത് നിസ്കാരത്തിൽ എത്ര സലാം വീട്ടിലുണ്ട്? ഒരു സലാമാണ് ഉള്ളത്. നമ്മുടെ നാട്ടിൽ 2 സലാമുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള രൂപം എന്താണ്? ഒറ്റ സലാം വീട്ടുക എന്നുള്ളതാണ്. മയ്യിത്ത് നിസ്കാരത്തിൽ വലതുഭാഗത്തേക്ക് മാത്രം ഒറ്റ സലാം വീട്ടുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള രൂപം. എന്നാൽ ഒരാൾ 2 സലാം വീട്ടിയാൽ അയാളുടെ നിസ്കാരം ബാത്തിലാണെന്ന് എന്ത് ചെയ്യണ്ട, പറയണ്ട. അങ്ങനത്തെ ഒരു രൂപവും ചില റിപ്പോർട്ടുകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ 2 സലാം വീട്ടണമെങ്കിൽ അങ്ങനെ വീട്ടാം. എന്നാൽ ഏറ്റവും അഫ്ളൽ എന്താണ്? ഒരു സലാം വീട്ടുക എന്നതാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫിത്ന ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അവിടെ ഒരു സലാം വീട്ടാനേ പറ്റുള്ളൂ, 2ാമത്തെ സലാം വീട്ടാൻ തന്നെ പറ്റൂല, അല്ലെങ്കിൽ ഒരു സലാം പറ്റൂല 2 സലാം നിർബന്ധമായിട്ടും വേണം എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. വിശാലത കാണിക്കേണ്ട ഒരു മസ്അലയാണ്. അപ്പോൾ അവിടെ വെറുതെ നിസ്കാരത്തിൽ എന്ത് ചെയ്യരുത്, അടിപിടി ഉണ്ടാക്കരുത്. ഒരു സലാം വീട്ടുക എന്നുള്ളതാണ് നബിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള രൂപം. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ നമ്മുടെ നാട്ടിൽ പരിചയമുള്ളത് എത്രയാണ്? 2 സലാം എന്നുള്ളതാണ്. അപ്പോൾ 2 സലാം വീട്ടുന്നതിൽ എന്തില്ല, തടസ്സം ഇല്ല എന്നുള്ളതാണ്. ഇനി ശേഷം ഷെയ്ഖ് പറയാണ്, വഇൻ കാന മഅഹും അത്ഫാൽ. ഇനി മയ്യിത്തിൽ എന്നൊരു കുട്ടികളുടെ മയ്യിത്തുണ്ട്. ഖുദ്ദിമ സ്വബിയ്യു അലൽ മർഅതി സുമ്മൽ മർഅ സുമ്മ തിഫ്ല. ഈ കുട്ടികളുടെ മയ്യിത്തുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, കിബിലക്ക് അരികിൽ പെണ്ണിന്റെ മയ്യിത്ത്, പിന്നെ കുട്ടിയുടെ മയ്യിത്ത്, പിന്നെ പുരുഷന്റെ മയ്യിത്ത്. അതായത് കുടുംബത്തിൽ ഒരു കുടുംബം ഒന്നടക്കം മരിച്ചു എന്ന് വിചാരിക്കുക, ഒരു ആക്സിഡന്റിൽ പെട്ടു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് മയ്യിത്ത് നിസ്കാരം നടക്കുകയാണ്. അപ്പോൾ കുട്ടിയുണ്ട്, പെണ്ണുണ്ട്, മുതിർന്ന ഒരു പുരുഷനുണ്ട്. അപ്പോൾ ഇമാമിന്റെ തൊട്ടരികിൽ ആരാ വേണ്ടത്? മുതിർന്ന പുരുഷൻ. പിന്നെ അത് കഴിഞ്ഞാൽ കുട്ടി, ആൺകുട്ടി. അത് കഴിഞ്ഞാൽ പെണ്ണ്. ഇനി പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ സ്ത്രീക്ക് ശേഷം എന്ത് ചെയ്യുക, പെൺകുട്ടിയുടെ മയ്യിത്ത് വെക്കുക എന്നുള്ള രൂപമാണ്. അവിടെയും ആൺകുട്ടിയാണെങ്കിൽ കുട്ടിയുടെ ഏത് ഭാഗത്ത് നിന്നിട്ടാണ് നിസ്കരിക്കേണ്ടത്? തലഭാഗത്ത് നിന്നിട്ടാണ് നിസ്കരിക്കേണ്ടത്. പുരുഷനെ പോലെ തന്നെ കുട്ടിയുടെ തലഭാഗത്ത് നിന്നിട്ടാണ് നിസ്കരിക്കേണ്ടത്. പെൺകുട്ടിയാണെങ്കിൽ മധ്യഭാഗത്ത് നിന്നിട്ടുമാണ് നിസ്കരിക്കേണ്ടത്. അല്ലാഹു അലം. ശേഷം ഷെയ്ഖ് പറയാണ്, വയകൂനുൽ മുസല്ലൂന ജമീഅൻ ഖൽഫൽ ഇമാമി. എല്ലാവരും ഇമാമിന്റെ പിന്നിലാണ് നിൽക്കേണ്ടത്. മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ മഅ്മൂമിങ്ങൾ എല്ലാവരും എവിടെയാണ് നിൽക്കേണ്ടത്? ഇമാമിന്റെ പിന്നിലായിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഇല്ലാ അൻ യകൂന വാഹിദൻ ലം യജിദ് മകാനൻ ഖൽഫൽ ഇമാമി ഫഇന്നഹു യഖിഫു അൻ യമീനിഹി. ഇനി ഒരാൾക്ക് എന്ത് ചെയ്തില്ല, ഇമാമിന്റെ പിന്നിൽ നിൽക്കാൻ സ്ഥലമല്ല, പള്ളി നിറഞ്ഞു, വേറെ എവിടെയും നിൽക്കാൻ സ്ഥലമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മൈതാനത്താണ് നിസ്കാരം നടക്കുന്നത്, അപ്പോൾ വേറെ നിസ്കരിക്കാനൊന്നും സ്ഥലമില്ലാത്ത അവസ്ഥ വന്നാൽ എവിടെ നിൽക്കാം? ഇമാമിന്റെ വലതുഭാഗത്ത് നിൽക്കാന്നുള്ളതാണ്. അപ്പോൾ ഒരാൾക്ക് സ്ഥലം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഇമാമിന്റെ വലതുഭാഗത്ത് ഇമാമിന്റെ നേരെ നിന്നിട്ട് എന്ത് ചെയ്യാം, നിസ്കരിക്കാം. ഇനി നമ്മൾ അടുത്തൊരു മസ്അലയിലേക്ക് പോവുകയാണ്. അസ്സലാത്തു അലൽ മയ്യിത്തിൽ ഗായിബി. മറഞ്ഞ മയ്യിത്തിന് വേണ്ടിയിട്ടുള്ള നിസ്കാരമാണ്. മറഞ്ഞ മയ്യിത്തിന് വേണ്ടിയിട്ടുള്ള നിസ്കാരം. അപ്പോൾ ഈ പുറത്തൊക്കെ വ്യാപകമായിട്ട് കാണുന്ന ഒരു സംഗതിയാണ്. എന്ത് ചെയ്യും, ഈ ജുമാ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ വിളിച്ചു പറയും, കുറേ മയ്യിത്തുകളുടെ പേര് പറഞ്ഞിട്ട് ഇതാ മയ്യിത്തുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പള്ളിയിൽ വെച്ചിട്ട് മയ്യിത്ത് നിസ്കാരം നടത്തുകയാണ്. നമ്മളെ നാട്ടിൽ കാണുന്ന ഒരു രീതിയാണ്, എന്ത് ചെയ്യും, കത്ത് എഴുതിയിട്ട് പല പള്ളികളിലേക്കും കൊടുക്കും. അയാൾ മരിച്ചിട്ടുണ്ട്, അപ്പോൾ ഇയാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ പള്ളിയിൽ എന്ത് ചെയ്യണം, മയ്യിത്ത് നിസ്കാരം നടത്തണം. അപ്പോൾ ഇങ്ങനെ മുന്നിൽ മയ്യിത്തില്ലാതെ മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്നതാണ് മസ്അല. അത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരേ ഒരു മയ്യിത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അങ്ങനെ നിസ്കരിച്ചിട്ടുള്ളത്. മുന്നിൽ മയ്യിത്തില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യിത്ത് നിസ്കരിച്ചത് ഒരേ ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. അതാർക്ക് വേണ്ടിയിട്ടാണ്? നജാഷി, അല്ലേ? നജാഷി രാജാവിന് വേണ്ടിയിട്ടാണ്. ഈ നജാഷി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരല്ല, അപ്പൊ അദ്ദേഹത്തിന്റെ പേര് അസ്ഹമ എന്നാണ്. അത് ആ ഭരണം നടത്തുന്ന, അബസീനിയയിൽ ഭരണം നടത്തുന്ന രാജാക്കന്മാർക്ക് പറയുന്ന പേരാണ് എന്ത്, നജാഷി എന്നുള്ളത്. ഇപ്പൊ ഫിറഔൻ അതെന്തല്ല ഒരാളുടെ പേരല്ല. ഫിറഔൻ എന്നുള്ളത് ആ മിസ്ർ ഭരിക്കുന്ന ആളുകളുടെ മൊത്തത്തിലുള്ള ഒരു സ്ഥാനപ്പേരാണ് ഫിറഔൻ എന്നുള്ളത്. ഇപ്പൊ ഇന്ത്യന്റെ പ്രധാനമന്ത്രി എന്നുള്ള എന്തല്ല ഒരു പേരല്ലല്ലോ, പ്രധാനമന്ത്രിക്ക് ഒരു പേരുണ്ടാകും. അപ്പൊ അതുപോലെ തന്നെ നജാഷി ഹബശ ഭരിച്ചിരുന്ന രാജാവാണ്, അദ്ദേഹത്തിന്റെ പേര് അസ്ഹമ എന്നാണ്. അപ്പൊ ഈ നജാഷി രാജാവിന് വേണ്ടി മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തത്,
മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചിട്ടുള്ളത്, മുമ്പിൽ മയ്യത്തില്ലാതെ നിസ്കരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ മറഞ്ഞ മയ്യത്തിന് വേണ്ടിയുള്ള നിസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രധാനമായിട്ട് 3 അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആ 3 അഭിപ്രായക്കാരുടെയും തെളിവ് ഏതാണ്? ഈ നജാഷി രാജാവിന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു എന്ന് പറയുന്ന സംഭവമാണ്. അതിൽ ഷാഫിഈ മദ്ഹബൊക്കെ പറയുന്നത് ലോകത്ത് എവിടെ ആര് മരിച്ചാലും എന്ത് ചെയ്യാം, ഓർക്കൊക്കെ വേണ്ടിയിട്ട് മയ്യിത്ത് നിസ്കരിക്കാം. ഇപ്പൊ ഒരാൾ കേരളത്തിൽ മരിച്ചു, മകന് എവിടെയാണ്, UAE-യിലാണ് അല്ലെങ്കിൽ ഖത്തറിലാണ്, കുവൈറ്റിലാണ്. ഓർക്ക് എന്ത് ചെയ്യാം, ഖത്തറിലും കുവൈറ്റിലും ഇരുന്നിട്ട് ഇവിടെ മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കാം. ലോകത്ത് ആര് മരിച്ചാലും ഓർക്കൊക്കെ വേണ്ടിയിട്ട് മയ്യിത്ത് നിസ്കരിക്കാം എന്നതാണ് ഷാഫിഈ മദ്ഹബ്. ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല ഒക്കെ പറയുന്ന അഭിപ്രായം എന്താ വെച്ചാൽ, ഇസ്ലാമിന് വേണ്ടി വലിയ സേവനങ്ങളൊക്കെ ചെയ്ത ഭരണാധികാരിയോ അല്ലെങ്കിൽ വലിയ പണ്ഡിതനൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മയ്യിത്ത് നിസ്കാരം ഇങ്ങനെ മറഞ്ഞ മയ്യത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു അഭിപ്രായമാണ് കുറച്ചും കൂടിയൊക്കെ സൂക്ഷ്മമായിട്ടുള്ള അഭിപ്രായം. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെയും ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയുടെ ഒക്കെ അഭിപ്രായം. അതായത് ഒരു മയ്യത്തിന് വേണ്ടി ആ മയ്യത്തിന്റെ നാട്ടിൽ വെച്ച് ആരും നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ആ മയ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നിസ്കരിക്കാം. മുമ്പിൽ മയ്യത്തില്ല എങ്കിലും നിസ്കരിക്കാം. ഇതാണ് കുറച്ചും കൂടി സൂക്ഷ്മമായ അഭിപ്രായം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്വഹാബിമാർ മരിച്ചിട്ടുണ്ട്. ഓർക്കൊന്നും വേണ്ടിയിട്ട് നബി എന്ത് ചെയ്തിട്ടില്ല, ഈ മറഞ്ഞ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള നിസ്കാരം നടത്തിയിട്ടില്ല. ലോകത്ത് എവിടെ വെച്ച് മരിക്കുന്ന സ്വഹാബിക്ക് വേണ്ടിയിട്ടും മദീനയിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, മുന്നിൽ മയ്യത്തില്ലാതെ നിസ്കരിച്ചിട്ടില്ല. അപ്പൊ ലോകത്ത് എവിടെ ആര് മരിച്ചാലും ഓർക്കൊക്കെ വേണ്ടിയിട്ട് മറഞ്ഞ മയ്യത്തിന് വേണ്ടിയുള്ള നിസ്കാരം നടത്താം എന്ന് പറയുന്നത് എന്തല്ല, ശരിയല്ല. അപ്പോൾ അത് ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. എന്നാൽ ഒരു നാട്ടിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കാരം നടത്തപ്പെട്ടിട്ടില്ല എങ്കിൽ, ആരും നിസ്കരിച്ചിട്ടില്ല എങ്കിൽ മുന്നിൽ മയ്യത്തില്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നിസ്കരിക്കാം. അതിനാണ് ശരിക്കും നജാഷി രാജാവിൻ്റെ ഈ ഒരു സംഭവം തെളിവായിട്ട് വരുന്നത് എന്നതാണ്. എന്നാൽ ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഖിലാഫുൻ മുഅ്തബർ എന്നാ പറയാം. എല്ലാവർക്കും അവരുടേതായ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉള്ള വിഷയമാണ്. അപ്പോൾ ഒരാൾ ചെയ്താൽ അയാൾ ബിദ്അത്ത് ചെയ്തു, അയാൾ ഹറാമ് ചെയ്തു എന്ന് എന്ത് ചെയ്യണ്ട, പറയേണ്ട ആവശ്യം ഇല്ല. ആ വിഷയത്തിൽ ഏറ്റവും സൂക്ഷ്മമായ നിലപാട് നമ്മൾ പറഞ്ഞ ഈ ഒരു നിലപാടാണ്. ഇനി അടുത്തൊരു മസ്അല നമ്മൾ പറഞ്ഞു, ചെറിയ കുട്ടിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ചെറിയ കുട്ടി മരിച്ചു, അവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കുന്ന നിർബന്ധമാണോ? ഒരു വയസ്സായ കുട്ടി മരിച്ചു, അല്ലെങ്കിൽ 2 വയസ്സായ ഒരു കുട്ടി മരിച്ചു, പ്രായപൂർത്തിയൊന്നും ആയിട്ടില്ല, ആ കുട്ടിക്ക് വേണ്ടിയിട്ട് മയ്യിത്ത് നിസ്കരിക്കുന്ന നിർബന്ധമാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? മയ്യിത്ത് നിസ്കരിക്കണം എന്നുള്ളത് തന്നെയാണ്. അതായത് 4 മാസം കഴിഞ്ഞാൽ, 4 മാസം കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി പുറത്തു വരുന്നതെങ്കിൽ, ചിലപ്പോൾ 4 മാസം കഴിഞ്ഞാൽ എന്തായാലും ജീവനോട് കൂടിയല്ല, ഒരു കുട്ടി മരിച്ച നിലക്കാണ് പുറത്തു വരുന്നതെങ്കിലും 4 മാസം കഴിഞ്ഞിട്ടാണ് പുറത്തു വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഓനക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കണം. അപ്പോൾ 4 മാസത്തിന് മുമ്പാണെങ്കിൽ അതൊരു ഇറച്ചി കഷ്ണം മാത്രമായിട്ട് പരിഗണിക്കുള്ളൂ. 4 മാസം കഴിഞ്ഞാൽ എന്തായി, റൂഹ് ഊതി, അപ്പോൾ അത് ജീവനുള്ള ഒരാളായിരുന്നു, ആ ജീവൻ അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മൾ സൂചിപ്പിച്ചത് 4 മാസത്തിന് മുമ്പാണ് ഒരു ഇറച്ചി കഷ്ണം ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെങ്കിൽ അതിന് ജീവനില്ല. അത് 4 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റൂഹ് ഊതപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് ജീവനുള്ള ഒരാളാണ് അവിടെ മരിച്ചിട്ടുള്ളത്. ഇതിൽ 4 മാസം എന്നുള്ളതിലും പണ്ഡിതന്മാർക്കിടയിൽ എന്തുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. 42 ദിവസം കഴിഞ്ഞാൽ റൂഹ് ഊതും എന്ന് പറഞ്ഞവരുണ്ട്, 4 മാസം കഴിഞ്ഞാൽ ആണ് റൂഹ് ഊതുക എന്ന് പറഞ്ഞവരും ഉണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ്റെ, ഇബ്നു ബാസ് റഹിമഹുല്ലാഹി തആലയുടെ ഒക്കെ അഭിപ്രായം ഈ 4 മാസം കഴിഞ്ഞാൽ എന്നുള്ളതാണ്. അപ്പോൾ 4 മാസം കഴിഞ്ഞിട്ടാണ് ഒരു ഇറച്ചി കഷ്ണം പുറത്തു വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചാപ്പിള്ള പുറത്തു വരുന്നെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നിസ്കരിക്കണം. അതുപോലെ തന്നെ ആ കുട്ടിയെ മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, മറമാടണം. ഷെയ്ഖുമാർ പറഞ്ഞു കാണാം, ആ കുട്ടിക്ക് വേണ്ടി അഖീഖ അറക്കുക എന്നുള്ളവരെ സുന്നത്താൻ. ആ കുട്ടി നാളെ അവൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ വേണ്ടിയിട്ട് ഷഫാഅത്ത് പറയും എന്നൊക്കെ അവർ പറയുന്നത് കാണാൻ പറ്റും. എന്നാൽ 4 മാസത്തിന് മുമ്പാണെങ്കിലോ അതിനുവേണ്ടി നിസ്കരിക്കേണ്ട ആവശ്യമില്ല, കുളിപ്പിക്കേണ്ട ആവശ്യമില്ല, കഫൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഖബർസ്ഥാനിൽ കൊണ്ടുപോയിട്ട് മറമാടേണ്ട ആവശ്യവും ഇല്ല. നമ്മളെ വീട്ടുമുറ്റത്ത് എന്ത് ചെയ്തു, ഒരു കുഴി എടുത്തിട്ട് കുഴിച്ചു മൂടിയാലും പ്രശ്നമില്ല. കാരണം എന്ത് ചെയ്തിട്ടില്ല, അതൊരു ജീവനല്ല, അതൊരു ഇറച്ചി കഷ്ണം മാത്രമാണ്. 4 മാസത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്,
റൂഹ് ഊതപ്പെടുന്നത്. അപ്പൊ അതിനുശേഷം മരിക്കുകയാണെങ്കിലാണ്, അല്ലെങ്കിൽ അതിനുശേഷം പുറത്തു വരികയാണെങ്കിൽ എന്ത് കുളിപ്പിക്കേണ്ടതും കഫൻ ചെയ്യേണ്ടതും നിസ്കരിക്കേണ്ടതും ഒക്കെ. ഇല്ലല്ല, അങ്ങനെയല്ല. 4 മാസം കഴിഞ്ഞാൽ എന്തായി, റൂഹ് ഊതപ്പെട്ടു എന്നുള്ളതാണ്. അത് പുറത്തേക്ക് വരുമ്പോൾ ജീവൻ വേണമെന്നില്ല. മരിച്ചിട്ടാണ് എന്ത് ചെയ്തത്, കുട്ടി പുറത്തേക്ക് വന്നത്. എന്നാലും എന്ത് ചെയ്യണം, മയ്യിത്ത് നിസ്കാരം വേണം. എപ്പോ? 4 മാസത്തിന് ശേഷമാണെങ്കിൽ. 4 മാസത്തിന് മുമ്പാണെങ്കിൽ പിന്നെ അതിനെന്തില്ല, ജീവനില്ല എന്നുള്ളതാണ്. അല്ലാഹു അലം. അപ്പൊ ഇതാണ് മയ്യിത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്ന കുറച്ച് സംഗതികൾ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മസ്അലകൾ നമുക്ക് ചർച്ച ചെയ്യാം. ആത്മഹത്യ ചെയ്യുന്നവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വിഷയം. ഒരാൾ ആത്മഹത്യ ചെയ്തു, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവോ? ഒരാൾക്ക് തൗഹീദ് ഉണ്ട്, അയാൾ മുസ്ലിമായി ജീവിച്ച ഒരാളാണ്, അയാൾ ആത്മഹത്യ ചെയ്തത് വലിയ തെറ്റാണ്. എന്നാൽ അയാൾ ആരാകുന്നില്ല, ആത്മഹത്യ ചെയ്തു എന്നുകൊണ്ട് കാഫിർ ആകുന്നില്ല. അപ്പോൾ കാഫിർ അല്ലാത്ത ഒരാൾ മരിച്ച, മുസ്ലിമായ ഒരാൾ തന്നെയാണ് മരിച്ചിട്ടുള്ളത്, അയാൾ ചെയ്തത് വലിയ തെറ്റുമാണ്. അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിസ്കരിക്കാം. എന്നാൽ എന്ത് ചെയ്യണം, ഈ സമൂഹത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് എങ്കിൽ അവരെന്ത് ചെയ്യുക, നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല. എന്നാൽ സ്വഹാബിമാരെ നിസ്കരിക്കുന്നതിൽ നിന്ന് നബി എന്ത് ചെയ്തിട്ടില്ല, വിലക്കിയിട്ടും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാത്ത എന്തുകൊണ്ടാണ്? നബി ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യുക, വിട്ടുനിൽക്കുക. കാരണം ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് വേണ്ടിയിട്ട് ഇവരൊന്നും നിസ്കരിക്കൂല എന്നുള്ളൊരു ചിന്ത ബാക്കിയുള്ളവർക്ക് ഉണ്ടാവാനും കൂടിയാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മഹത്യ ചെയ്ത ആൾക്ക് വേണ്ടിയിട്ട് നിസ്കരിച്ചിട്ടില്ല. എന്നാൽ സ്വഹാബിമാർ നിസ്കരിക്കുന്നത് നബി എന്ത് ചെയ്തിട്ടില്ല, അവരെ തടഞ്ഞിട്ടും ഇല്ല. ആത്മഹത്യ ചെയ്തു എന്നുകൊണ്ട് ഒരാൾ എന്ത് ചെയ്യുന്നില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അയാൾ കാഫിറല്ല, മുസ്ലിം തന്നെയാണ്. അയാൾ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ അള്ളാഹുവിന്റെ അടുക്കലാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന അയാൾക്ക് പുറത്തു കൊടുക്കും. അതല്ലെങ്കിൽ അയാളുടെ ശിക്ഷ അയാൾ നരകത്തിൽ അനുഭവിക്കുകയും ചെയ്യണം. പിന്നെ ആ ശിക്ഷ കഴിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യും, തൗഹീദ് ഉണ്ടെങ്കിൽ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തുകയും ചെയ്യും. കേട്ടില്ല? സ്ത്രീകളുടെ മയ്യിത്ത് നിസ്കാരം അല്ലേ? സ്ത്രീകൾക്കും എന്ത് ചെയ്യാം, മയ്യിത്ത് നിസ്കാരമുണ്ട്. അത് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, മയ്യിത്ത് നിസ്കാരത്തിൽ നിന്ന് തടയുന്നു എന്നുള്ളതാണ്. അത് ശരിയല്ല. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു, ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു മരിച്ച സമയത്ത് ആയിഷ ബീവി എന്ത് ചെയ്തു, സഅദ് റളിയല്ലാഹുവിന്റെ മയ്യിത്ത് മദീന പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ മദീന പള്ളിയിൽ വെച്ചിട്ടാണ് ആര് നിസ്കരിക്കുന്നത്, സഅദ് റളിയല്ലാഹുവിന്റെ മയ്യിത്ത് കൊണ്ടുവന്ന്, ആയിഷ ബീവിന്റെ വീട് എന്ന് പറഞ്ഞാൽ മദീന പള്ളിയുടെ തൊട്ടപ്പുറത്താണല്ലോ. ആയിഷ ബീവിയും സ്വഹാബി വനിതകളും സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു വേണ്ടിയിട്ട് മയ്യിത്ത് നിസ്കരിച്ചു എന്നുള്ളതാണ്. ഇത് സ്വഹീഹ് മുസ്ലിമിലെ 973 ഹദീസാണ്. ഈ ഹദീസിന്റെ നമ്പർ പ്രത്യേകം പറയുന്നത്, ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ നാട്ടിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തടയും. സ്ത്രീകളോട് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയും, അവർക്ക് നിസ്കാരം ഇല്ല എന്നാ പറയാ. അപ്പൊ അതെന്തല്ല, ശരിയല്ല. അപ്പൊ ഞാൻ അങ്ങനെ എവിടെയെങ്കിലും കാണുമ്പോൾ വളരെ നസീഹത്തോടു കൂടി അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പറയാം, ഇങ്ങനത്തെ ഒരു ഹദീസ് ഉണ്ട്, ആയിഷ ബീവിയും സ്വഹാബി വനിതകളും സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു വേണ്ടി നിസ്കരിച്ച സംഭവമാണ്. ഇത് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന 973 ഹദീസാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന 973 ഹദീസ്. അപ്പൊ ഈ സംഭവമാണ് സ്ത്രീകൾക്കും മയ്യിത്ത് നിസ്കാരം ഉണ്ടെന്നുള്ളതിന് ഒരു തെളിവ്. ഇനി രണ്ടാമത്തെ ഒരു അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിൽ ഒരു വിധി വന്നാൽ അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്താണ്, ഒരുപോലെ ബാധകമാണ്. ഇസ്ലാമിലൊരു നിസ്കാരം ഉണ്ട്, അത് ആണുങ്ങൾക്ക് മാത്രമാണെന്ന് പറയാൻ എന്ത് വേണം, തെളിവ് വേണം. ഒരു നിസ്കാരം ഉണ്ടെങ്കിൽ അത് ആണുങ്ങൾക്കും ഉള്ളതാണ്, പെണ്ണുങ്ങൾക്കും ഉള്ളതാണ്. ഇതാണ് അടിസ്ഥാനം. അപ്പൊ ആണുങ്ങൾക്ക് മാത്രമാണ് ഒരു നിസ്കാരം എന്ന് പറയണമെങ്കിൽ അതിന് എന്ത് വേണം, തെളിവ് വേണം. അപ്പൊ മയ്യിത്ത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ അങ്ങനത്തെ ഒരു തെളിവും വന്നിട്ടില്ല. അപ്പോൾ മയ്യിത്ത് നിസ്കാരം എന്നുള്ളത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉള്ളതാണ്. അല്ലാഹു അലം. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. എന്താണ് മയ്യിത്ത് നിസ്കാരത്തിന്റെ വിധി? ഫർദ് കിഫായയാണ്. ഫർദ് കിഫായയാണ്. ഒരു നാട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് ആരും അയാൾക്ക് വേണ്ടി നിസ്കരിച്ചിട്ടില്ല എങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. മയ്യിത്ത് നിസ്കാരത്തിൽ എത്ര തക്ബീറുകളാണ് ചൊല്ലേണ്ടത്? 4 തക്ബീറുകൾ. ഒരാൾ 5 ചൊല്ലിയാൽ അയാൾ ഹറാം ചെയ്തോ? ഇല്ല. അങ്ങനത്തെ രൂപം എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വന്നത് ഏതാണ്? 4 തക്ബീറുകൾ എന്നുള്ളതാണ്. മയ്യിത്ത് നിസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥന ഉണ്ടോ? ഇല്ല.
ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതാൻ പറ്റുമോ? പറ്റും അല്ലേ? അതിനുള്ള തെളിവ് എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസാണ്. ഓതി, അപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുന്നത്തുൻ വഹഖുൻ, അത് സുന്നത്താണ്, അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇമാമ് കുറച്ച് പതുക്കനൊക്കെ ഓതുന്ന ഒരാളാണ്, നമുക്ക് ഫാത്തിഹ കഴിഞ്ഞിട്ട് ഓതാൻ സമയം കിട്ടി, ഇനി ഇമാം വെക്കുന്ന ആൾക്കന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെറിയൊരു സൂറത്തൊക്കെ ഫാത്തിഹയ്ക്ക് ശേഷം ഓതാം. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസിലൊക്കെ സ്ഥിരപ്പെട്ടു വന്നതാണ്. പിന്നെ 4ാമത്തെ തക്ബീർ കഴിഞ്ഞിട്ട് മിണ്ടാതെക്കണോ അതല്ല എന്തെങ്കിലും പ്രാർത്ഥിക്കണോ? എന്തെങ്കിലും പ്രാർത്ഥിക്കലാണ് ഏറ്റവും നല്ലത്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. എന്നാൽ മിണ്ടാതിരിക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്? പ്രാർത്ഥിക്കലാണ്. അതിനുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. ഏതായാലും അല്ലാഹു അലം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനി മയ്യിത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മസ്അലകൾ മാത്രം എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു ഉപകാരപ്രദമായ അറിവ് നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.